ഹായ് ഫ്രണ്ട്സ്, ഷിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഷിനൂസ് വേൾഡിൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇന്ന് ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പോൾ ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് 4 സ്പൂൺ ഓയിലും 3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നിട്ട് ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിടാം. മൂത്ത് വരട്ടെ. ഞാൻ 3/4 കിലോ അരി ഇട്ടിട്ടാണ് ചോറ് വെക്കുന്നത് ബിരിയാണി. അതിലേക്ക് നമുക്ക് 1 കപ്പ് പുതിന ഇട്ട് കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 100 ഗ്രാം ചെറിയുള്ളി ഉണ്ട്, അത് ചതച്ച് വെച്ചതാണ്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് സോഫ്റ്റ് ആവട്ടെ. ഇളക്കി കൊടുത്ത് സോഫ്റ്റ് ആവണ വരെ ഇളക്കാം. അതിലേക്ക് ഞാൻ 6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീരൊന്നും വേണ്ട, ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മുഴുക്കനുള്ള പച്ചമുളക്. അതൊന്ന് വഴറ്റി അതിലേക്ക് ഞാൻ 2 സ്പൂണ് മുളക് പൊടി, ഇതിൽ മഞ്ഞൾപ്പൊടി ഇടില്ല, മുളക് പൊടി മാത്രമേ ഇടാറുള്ളൂ. അതുകൊണ്ടാണ് ഈ ബിരിയാണി ചുവപ്പ് കളറ്. അത് കഴിഞ്ഞ് 1 സ്പൂണ് ഇഞ്ചിയും 1 സ്പൂണ് വെളുത്തുള്ളിയും 2 പേസ്റ്റും പാടെ ഇട്ട് കൊടുത്ത് നന്നായി ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തു. പച്ചമണം മാറിയ ശേഷം തക്കാളി ഇട്ടിട്ടുണ്ട്. ഈ തക്കാളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അത് നന്നായി സോഫ്റ്റ് ആവട്ടെ. കുക്കറിലാകുമ്പോൾ വേഗം റെഡിയായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുക്കറിൽ വെച്ചത്. ഞാനിന്നിവിടെ ഉപയോഗിക്കുന്ന അരി ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരിൻ്റെ അതിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും, അതിലും വെക്കാം. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന്. ഞാൻ ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. അടിപ്പിടിക്കാതെ നോക്കണം. അടിപ്പിടിച്ചാൽ മണം തന്നെ മാറിപ്പോവും, സ്മെല്ല് മാറും. അതിനുശേഷം നമുക്ക് ഞാൻ 500 ഗ്രാം ബീഫാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി 3 സ്പൂണ് കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ തയ്യാറാക്കിയ തൈരാണത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതാക്കിട്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് നന്നായി ഇളക്കാം. അടിപ്പിടിക്കരുത്, നന്നായി ഇളക്കി കൊടുക്കണം. ഇനി 2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്നുമില്ല, പട്ടയും ഗ്രാമ്പും ഏലക്കായും മാത്രം പൊടിച്ചതാണ്. അതിട്ട് നന്നായി ഇളക്കി കൊടുത്തു. അതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വിസിൽ വരാനൊരു 5 വിസിലെങ്കിൽ വരണം. നിങ്ങളുടെ കുക്കറൊക്കെ എങ്ങനത്തെ അളവാണെന്ന് അറിയില്ല, അപ്പോൾ വേവ് നോക്കണം. നന്നായി ഇളക്കി മൂടി വെക്കാം. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അതിനുള്ള വെള്ളമൊക്കെ ബീഫിൽ നിന്ന് ഇറങ്ങിക്കോളും. ബീഫ് വേവാനുള്ള ആവശ്യമായ വിസിൽ വരട്ടെ. ഇതിനൊരു 6 വിസിൽ വരണം എൻ്റെ കുക്കറിന്. അപ്പം വെന്തിട്ടുണ്ട് നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം. എയറൊക്കെ പോയിട്ടുണ്ട്. തുറന്നിട്ടുണ്ട്. ബീഫെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിന് 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. ബസ്മതി റൈസാണ്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. 1.5 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയിടാം. അരിയിട്ട് കൊടുത്ത് ഞാൻ വെള്ളം ഇതും ഇവിടെ ഒന്നിച്ച് കുക്കറിലായ കാരണമാണ്, അല്ലെങ്കിൽ തിളച്ചിട്ട് അരിയിടാൻ പറ്റുള്ളൂ. ഞാൻ അരി വാരിയിട്ടിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുത്ത്
കുറച്ച് മല്ലിയിലയൊക്കെ എടുത്തിടണം, മല്ലിയിലയും പുതിനയും കൂടി ഇടണം. നന്നായി ഇളക്കി കൊടുത്ത് ഉപ്പും മുളകൊക്കെ പാകത്തിന് നോക്കണം. മല്ലിയില ഇട്ട് നമുക്കൊന്ന് ഇളക്കി മൂടി വെക്കാം. കറക്റ്റായി വേവ്, ഒറ്റ വിസിൽ മതി. ബസ്മതി റൈസ് നല്ല പാകമായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. അങ്ങനെ ഒരു വിസിൽ കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചോറൊക്കെ കണ്ടില്ലേ, ഒന്നിനൊന്നും ഒട്ടാതെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഈ ബിരിയാണിക്ക് പ്രത്യേകത ഉണ്ട്, ദമ്മിടേണ്ട ഒരു ആവശ്യമില്ല. നന്നായി വെന്തിട്ടുണ്ട്. വിളമ്പി കാണിച്ചു തരാം. ഒന്നിനൊന്നും ഒട്ടിയിട്ടില്ല. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ബീഫ് ബിരിയാണി. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.